സ്വാഗതം. ഈ സന്ദേശം താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് താങ്കളിലേക്ക് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് വരുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിൽ നമ്മൾ മിസ്റ്റേക്ക് ടാരോഡെക്ക് എന്ന് പറയുന്ന കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ സന്ദേശമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ അനുഭവിക്കാൻ സാധ്യത എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് അറിയേണ്ടത് എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രതലത്തിൽ അറിയില്ല, പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. മൂന്ന് എന്ന് പറയുന്നത് എന്ത് ഔട്ട്കമ്മിലേക്കാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ത് എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിയുണ്ട്, ഒരുപാട് അറിവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബുദ്ധി കൊണ്ട് നമുക്കൊരാളെ വിജയിക്കാനുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ വളരെ ഷാർപ്പായിട്ട് നമ്മുടെ ഇതിൽ വരുന്ന ആളുകൾ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിലേക്ക് വരുന്നത് ഒരു അധികാരത്തിൻ്റെ ഒരു ശബ്ദം കൂടിയുള്ള ആളാണ് കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ വളരെ കലുഷിതമായിട്ട് കാണുന്നൊരു വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ വൈകി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴക്കേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇതിലായിരിക്കും നിങ്ങൾ എന്നുള്ളതാണ്. എന്താണ് നമ്മളിപ്പോൾ അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ഒരു കാർഡാണ്. നൈറ്റ് എന്ന് പറയുന്നത് കുതിരപ്പുറത്തിരുന്ന് തൻ്റെ പണത്തെ ഫോക്കസ് ചെയ്യുന്നൊരു എനർജിയാണ്. ഈ കാർഡ് നമ്മളോട് പറയുന്നത് എന്തെന്നാൽ ഇപ്പോൾ നമ്മൾ ധനകാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ പറയുന്ന അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അനാവശ്യമായിട്ടുള്ള ഇതുകളുണ്ടെങ്കിൽ പരമാവധി സൂക്ഷിച്ച് ചിലവാക്കണം എന്ന് പറയും. എൻ്റെ മെൻറ്റർ പറയാറുണ്ട്, ജോ വൈറ്റാലി, നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഒരു വാട്ടർ ബോട്ടിലിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണമെന്ന്. കാരണം അത് ഫ്രീസ് ആവണമെന്ന് പറയും. കാര്യം എന്നാൽ പെട്ടെന്ന് ചിലവാക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഐസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് എന്താ പറയുക, വൈകിപ്പിക്കുക തീരുമാനങ്ങൾ എന്നുള്ളതാണ് ധനകാര്യമായിട്ട്. എന്താണ് നമ്മൾ ഇന്നത്തെ ഡയറക്ഷൻ നമുക്ക് ചോദിച്ചപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡും ധനത്തിൻ്റെ കാർഡ് തന്നെയാണ്. അതായത് പൊതുവേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കുക, പ്രത്യേകിച്ച് കാര്യങ്ങളിൽ നമുക്കൊരു ഡിലേ വരുന്ന ഒരിതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ചിലവാക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചിലവാക്കണം, പരമാവധി ഇത് പെട്ടെന്ന് ചിലവാക്കേണ്ടതെന്ന് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഇതാക്കാമെന്ന് വെച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന പുതിയ സ്നേഹത്തിൻ്റെ കാർഡാണ്. പുതിയൊരു ഇതിൽ നമ്മളിലേക്ക് വരുന്നൊരു കാർഡാണ്. പൊതുവേ പുതിയൊരു കാര്യത്തോട് സ്നേഹം നമുക്ക് തോന്നുക, ഇഷ്ടം തോന്നുക. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി, വിവാഹത്തിൽ ഊഷ്മളതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു വ്യക്തി, ഇത്തരം ഏത് വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുകയും അത് നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണണം. താങ്ക് യു വെരി മച്ച്.